പാലക്കാട് ചിറ്റൂരിൽ വായ്പാ കുടിശ്ശിക അടയ്ക്കാൻ കഴിയാത്ത മനോവിഷമത്തിൽ ഒരു വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 5 പേരാണ്. തിരിച്ചടവിന്റെ പേരിൽ വീട്ടിലെത്തി ഏജന്റുമാർ നടത്തുന്ന അസഭ്യവർഷമാണ് പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഇത്തരം സംഘങ്ങൾ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നത് ഏറെയും വീട്ടമ്മമാരെയാണ്. ഏജന്റുമാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ 24 ഇന്ന് പുറത്തുവിട്ടു. അവരിപ്പോൾ തന്നെ വേണം പറഞ്ഞിട്ട് ഒരേ ഭീഷണിപ്പെടുത്തും. പിന്നെ പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കും. ഒരു ഇപ്പം തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല പറഞ്ഞാലും കുട്ടികളെ ചീത്ത പറഞ്ഞിട്ട് ചില സമയത്ത് അവർ വൈകിട്ട് വരും. പറഞ്ഞ് അമ്മ പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, എനിക്കിപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അവരിവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. ചീത്ത പറഞ്ഞിട്ട് ഓരോ സമയത്ത് വാതിലൊക്കെ വന്നിട്ട് കൊട്ടലും പിടിക്കലൊക്കെയാണ്. നിഖിൽ പരമേശാണ് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചെയ്തത്. നിഖിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇത്തരം സംഘങ്ങൾ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, ആ ഭീഷണിയിലെ മനോവിഷമം അത് 5 പേരുടെ ജീവനെടുത്തു എന്ന വാർത്തയാണ്, അത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അപ്പോൾ ഈ ആത്മഹത്യ നിലവിൽ അത്തരം കേസുകൾ നിലവിലുണ്ടോ? ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ആർക്കെതിരെയും ചുമത്തിയിട്ടുണ്ടോ? അതൊരു ഭാഗത്തുണ്ട്. മറ്റൊന്ന്, ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാണോ, അവിടെ നിന്നുള്ള സംഘങ്ങളാണോ ഇങ്ങനെ എത്തി ഭീഷണിപ്പെടുത്തുന്നത്? എന്താണ് ഈ വായ്പകൾ സംബന്ധിച്ച് നമുക്ക് ലഭിച്ച വിവരങ്ങൾ? പ്രജൻ, ഇപ്പോൾ ചിറ്റൂർ എന്ന് പറഞ്ഞ മേഖല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം ഏതാണ്ട് 30-ൽ പരം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതുണ്ട്, ഒരു അംഗീകാരവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതുമുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങളടക്കം ഇവിടെ വീടുകളിലെത്തി സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ അവരിൽ നിന്ന് ഒരു രേഖയും ഇല്ലാതെ അവർക്ക് പണം നൽകുന്നുണ്ട്. ഇതൊരു വിപത്താണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ ഇവരിൽ നിന്ന് പണം ചോദിച്ചു വാങ്ങിക്കുന്നു. പിന്നീട് പക്ഷേ അത് എത്രയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് എന്നോ എത്ര തുക തങ്ങൾ തിരിച്ചടക്കണമെന്നോ അവർക്ക് അറിയുന്നില്ല. ചില രേഖകളിൽ അവർ ഒപ്പിട്ട് നൽകുന്നു. അപ്പോഴത്തെ ആവശ്യം കാറ്റർ ചെയ്യാൻ വേണ്ടി അവർ അത് ഒപ്പിട്ട് കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് വരാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഈ തിരിച്ചടവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുടങ്ങിയാൽ അവിടെ ഈ ലോൺ എടുത്ത ആളില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ വീട്ടിലെ ഗൃഹനാഥൻ ഇല്ലെങ്കിലോ പോലും ആ വീട്ടിലെത്തി അവിടെ ആരാണോ ഉള്ളത് അവരോട് മോശമായി സംസാരിക്കുക, കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ അപമാനിക്കും വിധം സംസാരിക്കുക, അവരോട് കേട്ടാൽ അറക്കുന്ന തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുക, എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി വരൂ എന്ന് അവരെ നിർദ്ദേശിക്കുക. അങ്ങനെ വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറുന്നു എന്നൊക്കെയുള്ളതാണ് നമുക്ക് ആ മേഖലയിൽ നടത്തിയത്. നമ്മളിപ്പോൾ ഒരു വീട്ടിലെ കാര്യം മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ധൈര്യമില്ലാത്ത ഒരുപാട് അധികം ആളുകളുണ്ട്. അവരെയൊക്കെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അത് പലവിധ സംഘങ്ങളാണ്. ഒരു ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകളുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയ ഭീഷണി, അതായത് അപ്പോഴത്തെ ഒരു അത്യാവശ്യത്തിന് ഞങ്ങളൊരു ലോൺ എടുത്തു പോയി, പക്ഷേ അതിൻ്റെ പേരിൽ പിന്നീട് ഉണ്ടാകേണ്ടി വന്നത് വലിയ രീതിയിലുള്ള മാനഹാനിയാണ് എന്നുള്ളതാണ്. ഈ ചിറ്റൂർ മേഖലയിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 5 പേർ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതായത് ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയാണ് ഇവർ ഈ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. അതായത് 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എല്ലാവരും എടുത്തിട്ടുള്ള ലോൺ. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ചെറിയ തുകയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതെന്ന് പറയുന്നത് ഈ ഏജന്റുമാർ വീട്ടിലെത്തി അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഉറക്കത്തിൽ പണം ആവശ്യപ്പെടുകയാണ്, പണം നൽകിയില്ലെങ്കിൽ ആ വീടിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന മറ്റുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന അയൽവാസികൾക്കിടയിലും ഒക്കെ ഉണ്ടാകുന്ന മാനഹാനി, അപമാനം, ഇതൊക്കെയാണ് സത്യത്തിൽ ഈ ആത്മഹത്യയിലേക്കടക്കം തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് ഒരു നിയമനിർമ്മാണം അടക്കം സംസ്ഥാന സർക്കാർ നടത്തിയില്ലെങ്കിൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കൃത്യമായൊരു മാർഗരേഖ കൊണ്ടുവരേണ്ടതുണ്ട്. അതില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ സംസ്ഥാനത്ത് പെരുകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രജിൻ. ശരി, നിഖിൽ പരമേശാണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.